വെള്ളി പള്ളിട്ട വണ്ടിയോ പൈസ മുടക്കാതെ ഇറക്കാ കായില്ലെങ്കിൽ അങ്ങനെയും കൊണ്ടാകാലല്ലേ 2017 12 മാസം വണ്ടി 12 മാസം 18 മാസം വണ്ടി A to Z കമ്പനി സർവീസ് ഉള്ള പെട്രോൾ എഞ്ചിനിൽ വരുന്ന വണ്ടിയാണ്. പെട്രോൾ ആണത്. പെട്രോൾ എഞ്ചിനിൽ വരുന്ന വണ്ടി ഇപ്പൊ ഒരു സർവീസ് എടുത്തോളൂ. 10,000 കിലോമീറ്റർ ഓടിയിട്ട് കസ്റ്റമർക്ക് സർവീസ് എടുത്താൽ മതി. അതാ ഗ്യാരണ്ടിയില്ലേ? ഇൻഷുറൻസ് ഉണ്ട്, 4 ടയർ ഫുൾ ഉണ്ട്, ബ്രിഡ്ജിസ്റ്റോണിന്റെ ടയർ ഫുള്ള് 4 ഉണ്ട്. റീപ്ലേസ്മെന്റും കാര്യമൊന്നുമില്ല. കറക്റ്റ് സർവീസ് ഉള്ള വണ്ടി. പെട്രോൾ സ്പോർട്സ് ഓപ്ഷൻ റീപ്ലേസ്മെന്റും കാര്യങ്ങളൊന്നുമില്ല. ഒരു പരിപാടി ഇല്ലാത്ത വണ്ടി. ഏകദേശം സിബിലൊക്കെ ഉള്ളവർക്കാണെങ്കിൽ നമുക്ക് ഫുൾ ഓൺ തന്നെ ചെയ്ത് കൊടുക്കാം. ഫുൾ ഓൺ പൈസ നമ്മൾ നോക്കിയിട്ട് ചെയ്ത് കൊടുക്കാം. സിബില് പോലെ ബാങ്കിങ് ഒക്കെ നോക്കിയിട്ടാണ് നമ്മൾ ചെയ്ത് കൊടുക്കാം. മാക്സിമം ചെയ്ത് കൊടുക്കാം നമുക്ക്. സീറ്റ് കാര്യങ്ങള് ടയർ കാര്യങ്ങള് സിംഗിൾ ഓണർഷിപ്പിലാണ് വണ്ടി നിൽക്കുന്നത്. ടയർ പറഞ്ഞ പുതിയതുണ്ട്. പിന്നെ വണ്ടി മേലൊന്നും ചെയ്യാനില്ല. സർവീസ് പെടുത്തണം. എടുക്കുന്നവർക്ക് ഒരു പണിയില്ല. വേറെ വന്ന് വണ്ടി ആണ് വാങ്ങിയാൽ 4 ബ്രിഡ്ജിസ്റ്റോണിന്റെ ടയറും കാര്യങ്ങളും എല്ലാം കൊണ്ടും ഗ്യാരണ്ടി കൊടുക്കും. ഗ്യാരണ്ടിയിൽ കൊടുക്കാം. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. 1,25,000 കിലോമീറ്റർ ഓടിക്കണ്ട്. എത്ര കൊടുക്കുന്ന 1,15 ലക്ഷത്തിന്റെ സർവീസ് പെടുത്തണം. എത്ര കൊടുക്കാം? ഇതിപ്പോ ഇപ്പത്തെ ഒരു കണ്ടീഷനിൽ നമുക്ക് 5,15 ലക്ഷം റുപ്യ കൊടുക്കാം. 5,25,000 വണ്ടി കൊടുക്കാം. നമുക്ക് ഷോറൂമിൽ വരെ കുറച്ചേക്കണം. പിന്നെ അല്ലാത്ത ലാഭം പറഞ്ഞാലും വണ്ടി കൊടുക്കാം. ആൾക്കാരുടെ ഡെലിവറിയും കൊടുക്കാം. ആൾക്കാരുടെ ഫിനാൻസും ക്ലീൻ വണ്ടി കൊടുക്കാം. കുഞ്ഞു വണ്ടി ക്ലീൻ വണ്ടി. ഈ വണ്ടി മലപ്പുറത്ത് മച്ചിങ്ങല് MK യൂസ്ഡ് കാറിൽ വന്നോട്ടെ. വണ്ടി ഇവിടെ റെഡി കൊടുക്കാം. 10,000 മുടക്കലും അല്ലെങ്കിൽ ഫുൾ ഓണും കൊടുക്കാം അല്ലേ?